64 ശുഹദാക്കളുടെ കബറിടത്തിൽ പോയിട്ട് ചെവിയൊന്ന് വെച്ച് നോക്ക്. ആ മയ്യത്ത്, ആ ശുഹദാക്കളുടെ ഹൃദയം എപ്പോഴും മിടിക്കുന്നുണ്ടാവും. എന്തിനാണെന്നറിയോ? സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടം, ജന്മിത്വത്തിനെതിരെയുള്ള പോരാട്ടം. അതാ 921. ഞാൻ എന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. ആ 921 കഴിഞ്ഞപ്പോ ബ്രിട്ടീഷുകാരൻ ഈ മണ്ണിൽ ഒരു നിയമം കൊണ്ടുവന്നു. എന്താ നിയമം എന്നറിയോ? നീ പള്ളി ഉണ്ടാക്കാൻ പാടില്ല. എന്താ കാരണം? ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മമ്പറം പള്ളിയിൽ വെച്ചിട്ട് ബ്രിട്ടീഷുകാരനെതിരെയുള്ള സമരം. മദ്രസകൾ ഉണ്ടാക്കാൻ പാടില്ല. എന്താ കാരണം? ചെമ്പകശ്ശേരി തങ്ങന്മാരുടെ നേതൃത്വത്തിൽ മദ്രസകൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാരനെതിരെയുള്ള സമരം. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിന്റെ നേതൃത്വത്തിൽ മദ്രസകളും പള്ളികളും കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാരനെതിരെയുള്ള സമരം. അതുകൊണ്ട് പള്ളികൾ എന്ന് പറഞ്ഞാൽ, മദ്രസകൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരനെതിരെയുള്ള സമര കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് ഇനി പള്ളി ഉണ്ടാക്കാൻ പാടില്ല, മദ്രസ ഉണ്ടാക്കാൻ പാടില്ല, ഒരു പള്ളി പൊളിഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ പാടില്ല, ഒരു മദ്രസന്റെ ഓട് പൊട്ടിയാ മാറ്റി വെക്കാൻ പാടില്ല. ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്ന നിയമ. പിന്നെ എങ്ങനെ ലീഗ് നമ്മൾ ഈ പള്ളി ഉണ്ടാക്കി, എങ്ങനെ നമ്മൾ ഈ മദ്രസ ഉണ്ടാക്കി, എങ്ങനെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അറിയോ? 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു. കൊണ്ടുവന്നോ നിയമം പള്ളി ഉണ്ടാക്കാൻ? കൊണ്ടുവന്നില്ല. 1952 രാജാജി മന്ത്രിസഭ, മദിരാശി ഗവൺമെന്റ്, അന്ന് പിന്നെ നമ്മുടെ മലബാർ മദിരാശി ഗവൺമെന്റിന്റെ കീഴില. 1956 നവംബർ 1 കേരളം ഉണ്ടായത്. അതിനുമുമ്പ് മലബാർ വേറെ, കൊച്ചി വേറെ, തിരുവിതാംകൂർ വേറെ. മലബാർ ഭരിക്കുന്നത് മദിരാശി ഗവൺമെന്റ്. അതിന്റെ പ്രധാനമന്ത്രിയാണ് അന്ന് രാജാജി. അതിൽ ലീഗിന് വലിയ സ്വാധീനം. എന്റെ പ്രിയപ്പെട്ട ലീഗ് വായിച്ചില്ലേ ഈ അടുത്ത കാലത്ത് KPA മജീദിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നല്ലോ മാധ്യമം പത്രത്തിൽ? എന്താ പറഞ്ഞത്? ഞങ്ങൾ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കും, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. അതിന്റെ പടായി നമുക്ക് പിന്നെ പറയാം അല്ലേ? ഞങ്ങൾ ചിലപ്പോ ഒറ്റയ്ക്ക് മത്സരിക്കും, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ച ചരിത്രമുണ്ട്. എന്താ KPA മജീദ് പറഞ്ഞത്? 52 ഞങ്ങൾ ഒറ്റയ്ക്ക് ജയിച്ചിട്ട് 5 MLA-മാർ. അവരുടെ സ്വാധീനം കൊണ്ടാണ് രാജാജി ഗവൺമെന്റ് ഭരിച്ചത്. ശരിയാ, ലീഗിന് 5 MLA-മാർ. ആരൊക്കെ അറിയോ? കായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബ്, ഉപ്പി സാഹിബ്, CB സാഹിബ്, വോക്കർ സാഹിബ്, അങ്ങനെ 5 MLA-മാർ. ആ MLA-മാരുടെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് രാജാജി മന്ത്രിസഭ മലബാർ ഭരിച്ചത്. അങ്ങനെ സ്വാധീനം ഉണ്ടായിട്ട് മലബാറിന്റെ മണ്ണിൽ പള്ളി ഉണ്ടാക്കാനുള്ള നിയമം കൊണ്ടുവന്നോ ലീഗ്? കൊണ്ടുവന്നില്ല. പിന്നെ എങ്ങനെ നമ്മൾ ഈ പള്ളി ഉണ്ടാക്കി? എങ്ങനെ ഈ മദ്രസ ഉണ്ടാക്കി? അയ്യോ, എന്റെ പ്രിയപ്പെട്ട യൂത്ത് ലീഗാനില്ലേ കേട്ടോ, ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന 1957 സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു പള്ളി ഉണ്ടാക്കാൻ, മദ്രസ ഉണ്ടാക്കാൻ. 1957 ഏപ്രിൽ മാസം 5-ാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത സഖാവ് EMSന്റെ ഗവൺമെന്റ്. ആ ഗവൺമെന്റിന് അദ്ദേഹത്തിന്റെ ജന്മനാടായ പട്ടാമ്പിക്കടുത്ത പുലാമന്തുള്ള ഒരു സ്വീകരണം. ആ സ്വീകരണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ കുറെ മുസ്ലിം ലീഗ് അല്ല, കുറെ മുസ്ലിങ്ങൾ വന്നിട്ട് EMSനോട് പറഞ്ഞു, ഞങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ കഴിയുന്നില്ല, മദ്രസ ഉണ്ടാക്കാൻ കഴിയുന്നില്ല, പരിഹാരം ഉണ്ടാക്കി തരണം. EMS വലിയ ജന്മിയ, ഏക്കറക്കണക്കിന് ഭൂമിയുള്ള ആ ജന്മി തറവാട്ടിന് ഇറങ്ങി വന്നിട്ടാ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് സഖാവ് EMS വന്നത്. സാന്ദർഭികമായി പറയാണ്, അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ വസിയത്ത് വായിച്ചത് എവിടെ അറിയോ? AKG സെന്ററിന്. പാർട്ടി നേതാക്കളൊക്കെ ഇരുന്നിട്ട് വസിയത്ത് പൊട്ടിച്ച് വായിച്ചു നോക്കുമ്പോൾ അന്തം വിട്ട് വരും. എന്താ സംഭവം അറിയോ? 1500 രൂപ മൂപ്പര കീശയിലുള്ളത്. അത് മകൻ ശ്രീധരന് കൊടുക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, കുഞ്ഞാലിക്കുട്ടിന് എങ്ങാനും വസിയത്ത് എഴുതണ്ടെങ്കിൽ മാതൃഭൂമി പത്രടിക്കണ റോളർ കൊണ്ടുവന്നാ തയ്യോ വസിയത്ത് എഴുതാൻ? ഇല്ലേ? ഏക്കറക്കണക്കിന് ഭൂമി ഉണ്ടായിരുന്നു EMSന്. അപ്പോഴാണ് ഇവർ വന്നിട്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ കഴിയുന്നില്ല. EMS പറഞ്ഞതാ, ഈ സ്ഥലം എടുത്തോ, അയാളെ ഭൂമി കാണിച്ചു കൊടുത്തു, അവിടുത്തെ മരം എടുത്തോ. ആരെ ഏൽപ്പിച്ചറിയോ? അദ്ദേഹത്തിന്റെ ഇല്ലത്തിലെ കാരണവരായിരുന്ന റായി മുഹമ്മദിനെ. എന്റെ കൂടെ വാ, ഇപ്പോഴുണ്ട് ആ പള്ളി. ആ പള്ളിന്റെ പേരെന്താ അറിയോ? സഖാവ് EMS പള്ളി. പള്ളി ഇതുണ്ടാക്കാനുള്ള ഓർഡർ കൊടുത്തിട്ട് EMS പറഞ്ഞു, എനിക്ക് ഇത്തിരി സമയം എന്താ, എനിക്കൊന്ന് തിരുവനന്തപുരത്തെത്താനുള്ള സമയം എന്താ? സഖാവ് EMS തിരുവനന്തപുരത്തെത്തി. 1957 ജൂലൈ മാസം 7-ാം തീയതി സഖാവ് EMSന്റെ ഗവൺമെന്റ് ഉത്തരവിറക്കി. നാസിർ കൊളായിന്റെ വിടൽച്ചല്ല, ഈ പ്രസംഗത്തിന് മറുപടി പറയണം എന്നാഗ്രഹിച്ച് എന്റെ പ്രസംഗം നോട്ട് ചെയ്യുന്ന ഏതെങ്കിലും ലീഗിന്റെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ എഴുതി വെക്ക്. MA 14-00-57 PD. തെറ്റണ്ട, വീട്ടിൽ പോയിട്ട് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ അടിച്ചു നോക്ക്, തെളിഞ്ഞിങ്ങനെ വരും. സഖാവ് EMSന്റെ ഗവൺമെന്റ് ഈ മണ്ണിൽ പള്ളി ഉണ്ടാക്കാൻ കൊണ്ടുവന്ന ഉത്തരവിന്റെ നമ്പറായി പറഞ്ഞത് ഞങ്ങളാ കൊണ്ടുവന്നത്. ജാതിയും മതവും ചാത്തനും പോത്തനും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ മാപ്പിളാരെ പള്ളി ഉണ്ടാക്കാനുള്ള നിയമം. നിങ്ങൾ മലപ്പുറം കുന്നുംപുറത്ത് വാ. കുന്നുംപുറത്തുനിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോകുമ്പോ ഇടത്തെ ഭാഗത്ത് കാണാം വലിയൊരു ഗ്രൗണ്ട്, MSP ഗ്രൗണ്ട്. അതിന്റെ നടുക്ക് 2 നില കെട്ടിടം. ആ 2 നില കെട്ടിടത്തിന്റെ 2ാമത്തെ നിലയിൽ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ കറങ്ങുന്ന കസാരയിൽ ഒരു ചെറുപ്പക്കാരൻ കുണ്ടാൻ കുത്തിരിക്കുക. ഓന്റെ പേരെന്തായോ? U ഷറഫ് അലി. ഓൻ ആരാന്നറിയോ? MSPന്റെ കമാൻഡന്റ്, സർവ്വ സൈന്യാധിപൻ. ഷറഫ് അലി എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനാ. എന്റെ നാട്ടിൽ നിന്ന് 8 കിലോമീറ്റർ ഉള്ളൂ ഷറഫ് അലിന്റെ വീട്ടിലേക്ക് അരീക്കോട്.
എന്റെ നാട്ടിലെ കൊയ്തൊഴിഞ്ഞ പാടത്ത് പഴയ കാലത്ത് പന്ത് കളിക്കാൻ വരും ഷറഫ് അലി, വലിയ പന്ത് കളിക്കാൻ. ഞാനൊരു ഫുട്ബോൾ ആരാധകൻ, ഇതാ ഞങ്ങളുമുള്ള ബന്ധം. പന്ത് കളിച്ച് ഷറഫ് അലി വളർന്നു. കേരള പോലീസിൽ പണി കിട്ടി, ASI ആയി, SI ആയി, CI ആയി, MSPയിലേക്ക് മാറ്റം കിട്ടി, അസിസ്റ്റന്റ് കമാൻഡന്റ് ആയി, ഇപ്പോ MSPയുടെ കമാൻഡന്റ്, സർവ്വസൈന്യാധിപൻ. എങ്ങനെ ലീഗേ ഷറഫ് അലി MSPന്റെ കമാൻഡന്റ് ആയി? നിങ്ങൾ പറയും പന്ത് കളിച്ചിട്ടും അല്ലേ? പന്തല്ലേ എന്ത് കുന്തം കളിച്ചിട്ടും കാര്യമല്ല. ഒരു മുസ്ലിമിനെ MSPയിലേക്ക് എടുക്കൂല. എന്താ കാരണം? 21 കലാപടിച്ചമർത്തം ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പട്ടാളത്തിന്റെ പേരാ MSP. അന്ന് ബ്രിട്ടീഷുകാരെ നിയമം വെച്ച് MSPയിലേക്ക് മാപ്പിളാർക്ക് പ്രവേശനമില്ല. ഞാൻ ആവർത്തിക്കുന്നില്ല. 47 കോൺഗ്രസ് നിയമം മാറ്റിയില്ല. 52 ലീഗിന് സ്വാധീനമുള്ള രാജാജി മന്ത്രിസഭ നിയമം മാറ്റിയില്ല. ആര് മാറ്റി നിയമം? 57 സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു. MSPയിലേക്ക് മാപ്പിളാർക്ക് പ്രവേശനം. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട ലീഗെ ഷറഫ് അലി അടക്കം 100 കണക്കിന് 1000 ചെറുപ്പക്കാർക്ക് MSPയിലേക്ക് ജോലി കിട്ടിയ എന്താ പോരായിക? ഒന്ന് പറയുന്നത്. 10% മുസ്ലിങ്ങൾക്ക് സംവരണം. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രതീകമായിരുന്ന മലപ്പുറം നിർത്തിവെച്ചു ബ്രിട്ടീഷുകാരൻ. ആരാ കൊണ്ടുവന്നേ? കമ്മ്യൂണിസ്റ്റുകാരൻ. എന്താ നിങ്ങൾക്ക് പോരായിക? ഒന്ന് പറയ്, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അതിനൊക്കെ ലീഗ് പറയുന്ന മറുപടി എന്താ? ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇപ്പൊ കേരളത്തിലെ മുസൽമാൻ ഒരു പ്രശ്നമില്ല. കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരുടെ ബടപ്പ സഖാവ് പറഞ്ഞു, കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരുടെ വയറ്റിന്റെ പ്രശ്നം, വയറ്റിൽ വിശപ്പിന്റെ പ്രശ്നം അല്ലേ? ഇപ്പൊ ലീഗ് പറയുന്നെന്താ? കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാർ